നമസ്കാരം. ഞാൻ അഞ്ജന PS, ഫസ്റ്റ് സെം DLED അധ്യാപക വിദ്യാർത്ഥി. ഇന്ന് ഡിസംബർ 18, ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ. എല്ലാ വർഷവും ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നു. കുടിയേറ്റക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് അന്താരാഷ്ട്ര കൺവെൻഷൻ UN അംഗീകരിച്ചത്. 1990 ഡിസംബർ 18 ഇത് അംഗീകാരത്തിൽ വന്നത്. ഈ ദിനത്തെ ഓർമ്മിക്കാനായി ഏഷ്യൻ കുടിയേറ്റ സംഘടനകൾ അടക്കമുള്ളവർ ചേർന്ന് 1997 മുതൽ ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി തിരഞ്ഞെടുത്തു. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ഈ ഏജൻസി മുഖേനയാണ് 281 ദശലക്ഷം വരുന്ന കുടിയേറ്റക്കാർ നേരിടുന്ന വെല്ലുവിളികൾക്കും അവർ നൽകിയ സംഭാവനകളും തുറന്നു കാണിക്കാനായി ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തുന്നത്. മാനുഷികതയുള്ള കുടിയേറ്റം കുടിയേറ്റക്കാർക്കും സമൂഹത്തിനും ഏറെ ഗുണകരമാണെന്ന തത്വമാണ് ഈ ദിനാചരണത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. എല്ലാ വർഷവും ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രകൃതി ദുരന്തം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മറ്റ് കയ്യേറലുകൾ, പ്രത്യാഘാതങ്ങൾ എന്നിവ കൊണ്ട് വലയുന്ന ഒട്ടേറെ ജനങ്ങൾ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി, രാഷ്ട്രീയ, പ്രാദേശിക ദുരന്തങ്ങളിൽ നിന്നും ഭയന്ന് മറ്റൊരു താവളം തേടി അലയുന്ന ഈ വിഭാഗക്കാർക്കുള്ള മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും വ്യക്തമാക്കുക, ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കുക, അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുക എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ കൂടി ഈ ദിനാചരണത്തിന് പിന്നിലുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനത്തോടെ ലോകത്തുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനായി റാലി സംഘടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട്. ലോകമെമ്പാടുമുള്ള കുടിയിറക്കങ്ങളുടെ കണക്ക് എക്കാലത്തെക്കാളും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഉക്രൈനിലെ യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ കുടിയിറക്കൽ പ്രതിസന്ധിയായി പരിണമിച്ചതോടെ സമീപമാസങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്തു. ലോകത്തെ ഓരോ കോണിലുള്ള ദുരന്തങ്ങളും കുടിയേറ്റങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതങ്ങളിലും എത്തുമ്പോൾ ഇതൊരു ആഗോള വെല്ലുവിളിയായി തുടരുന്നു. സംഘർഷവും അക്രമവും ദുരന്തങ്ങളും കാരണം വരാനിരിക്കുന്ന തലമുറയെപ്പോലും കനത്ത ആഘാതങ്ങളാണ് സ്ഥാനമാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ അവകാശങ്ങളും വളർച്ചയ്ക്കും ആവശ്യമായ അന്തരീക്ഷവും തകർന്നു വീഴുന്നു. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും സംരക്ഷണത്തിനെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് അവബോധം വളർത്താം.